211 പേരുടെ പൗരത്വം റദ്ദാക്കി കുവൈത്ത് ഭരണകൂടം. രേഖകളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. പൗരത്വം ലഭിക്കാൻ വേണ്ടി വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയതും താൽക്കാലിക വിവാഹ ഉടമ്പടികൾ ഉണ്ടാക്കിയതുമെല്ലാം അധികൃതർ കണ്ടെത്തി. കഴിഞ്ഞ 3 ആഴ്ചക്കിടെയാണ് ഇത്രയും പേരുടെ പൗരത്വം റദ്ദാക്കിയത്. കുറഞ്ഞ കാലയളവിൽ 211 പേരുടെ പൗരത്വം റദ്ദാക്കുന്നത് അപൂർവമാണ്. പൗരത്വം ലഭിക്കുന്നതിന് വ്യാജമായ രേഖ ഉണ്ടാക്കിയതടക്കമുള്ളവരുടെ വിവരങ്ങൾ സിറ്റിസൺഷിപ്പിനു വേണ്ടിയുള്ള സുപ്രീം കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സമിതി വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് നടപടിയെടുക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുന്നതിനാൽ കൂടുതൽ പേരുടെ പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പൗരത്വം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് അറബിക് പത്രമായ അൽ ഖബാസ് ആണ്. 46 ലക്ഷം പേർ താമസിക്കുന്ന GCC രാജ്യമാണ് കുവൈത്ത്. ഇതിൽ ഭൂരിഭാഗം വിദേശികളാണ്. ജോലി ആവശ്യാർത്ഥമെത്തിയ ഇന്ത്യക്കാരാണ് കൂടുതലും. അതേസമയം കുവൈത്തിൽ പൗരത്വം ലഭിക്കാൻ ചിലർ വ്യാജരേഖ സൃഷ്ടിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരട്ട പൗരത്വമുള്ളവരും ഇതിൽപ്പെടും. ഇരട്ട പൗരത്വം കുവൈത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുവൈത്തികളല്ലാത്ത വനിതകൾ കുവൈത്തി പുരുഷന്മാരെ വിവാഹം ചെയ്ത് പൗരത്വം നേടിയ ശേഷം വിവാഹമോചനം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കേസ് ഫയലുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ ആവർത്തിക്കുന്നു. ഇരട്ട പൗരത്വമുള്ളവർക്ക് കുവൈത്ത് പൗരത്വം ഒഴിവാക്കാനും നിലനിർത്താനും സാധിക്കും. ഒരേ സമയം 2 പൗരത്വം അനുവദിക്കില്ല. പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഭരണകൂടം ഹോട്ട് ലൈൻ ഒരുക്കിയിരുന്നു. ഇതുവഴി ആഭ്യന്തര മന്ത്രാലയത്തിന് 407 പരാതികളാണ് ലഭിച്ചത്. വിശദമായ പരിശോധന നടത്തിയ ശേഷം പരാതികൾ രേഖകൾ സഹിതം സുപ്രീം കമ്മിറ്റിക്ക് കൈമാറുകയാണ് ചെയ്യുക. ശേഷം കമ്മിറ്റിയുടെ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് നടപടിയെടുക്കുന്നത്. ഒരുപാട് തവണ പരിശോധന നടത്താതെ ആരുടെയും പൗരത്വം റദ്ദാക്കില്ലെന്ന് ആക്ടിംഗ് ആഭ്യന്തരമന്ത്രി ഷൈഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് പറഞ്ഞിരുന്നു. നിയമപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. സുതാര്യമല്ലാത്ത നടപടികൾ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് നിയമവിരുദ്ധമായി കുവൈത്തിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന പൊതുമാപ്പ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. രേഖകൾ ക്രമപ്പെടുത്തുന്നതിനും നാട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അനുമതി നൽകുന്നതുമാണ് പൊതുമാപ്പ്. 3 മാസമാണ് പൊതുമാപ്പിന്റെ കാലാവധി. ഇളവ് ഉപയോഗപ്പെടുത്താത്തവർ പിന്നീട് കൂടുതൽ കുരുക്കിലാകും. കൃത്യമായ രേഖകൾ ഇല്ലാതെ കുവൈത്തിൽ താമസിക്കരുത് എന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. രേഖകളില്ലാതെ താമസിക്കുന്ന നിരവധി പേരുണ്ടെന്ന് അധികൃതർക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജൂൺ 17 വരെ നീളുന്ന പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രേഖകളില്ലാതെ നിയമവിരുദ്ധമായി കുവൈത്തിൽ താമസിക്കുന്നവർ പിഴയൊടുക്കേണ്ടി വരും. പിഴ നൽകാൻ സാധിക്കാത്തവർക്ക് രാജ്യം തന്നെ വിട്ടുപോകാം. ഇവർക്ക് കുവൈത്തിലേക്ക് മടങ്ങി വരുന്നതിന് തടസ്സമുണ്ടാകില്ല. പക്ഷേ കുവൈത്ത് ഭരണകൂടം നടപ്പാക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും ഇവർക്ക് മടങ്ങി വരാൻ സാധിക്കുക. പൊതുമാപ്പ് കാലയളവ് ഉപയോഗപ്പെടുത്താതെ നിയമവിരുദ്ധമായി കുവൈത്തിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി തന്നെ ലഭിക്കും.